കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഈ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മോടുകൂടെ ഈ വചനപഠത്തിൽ ഉണ്ടായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിൻ്റെ തിരുവചനത്തിൽ നിന്നും അടിയങ്ങൾ പഠിക്കുമ്പോൾ അത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അടിയങ്ങളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ, അടിയങ്ങളുടെ മനസ്സിനെ, ആത്മീക ഹൃദയത്തെ തുറക്കണമേ എന്നപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 1980-കളിൽ കിഴക്കൻ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളെയും ഒരു വലിയ ക്ഷാമം ബാധിക്കുകയുണ്ടായി. ഭക്ഷണക്ഷാമം. അതിന് കാരണം അവർക്ക് അനേക വർഷങ്ങളായിട്ട് ആവശ്യമായ മഴ ലഭിച്ചില്ല എന്നുള്ളതാണ്. ആവശ്യത്തിന് മഴ ലഭിക്കാഞ്ഞതുകൊണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ സാധിച്ചില്ല. കൃഷി ചെയ്യാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ ലഭിക്കാതെ വന്നു. അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കാതെ വരിക കൊണ്ട് അനേകം മനുഷ്യർ ക്ഷാമത്തിന് മൂലം അല്ലെങ്കിൽ ക്ഷാമം മൂലം അനേകം മനുഷ്യർ മരിച്ചുപോയി. ഈച്ചകൾ ചത്തു വീഴുന്നത് പോലെ, എലികൾ ചത്തു വീഴുന്നത് പോലെ മനുഷ്യർ ഒന്നൊന്നായി അങ്ങ് ചത്തൊടുങ്ങി. അനേകം മനുഷ്യരെ, 10, 20, 30 മനുഷ്യരെ ഒരുമിച്ച് ഒരു കുഴിയിൽ അടക്കിയതിന് ശേഷം ഈ കുഴിയിൽ 30 പേരെ അടക്കിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ 30 കല്ലുകൾ, 25 കല്ലുകളൊക്കെയും വെച്ചിരിക്കുന്നത് എനിക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അനേകം മനുഷ്യരെ ഈ ക്ഷാമം മൂലം മരിച്ചു. എന്നാൽ ഇവരെ മരണത്തിൽ നിന്നും വിടുവിക്കുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങളൊക്കെയും, യുണൈറ്റഡ് നേഷൻസ്, സമ്പന്ന രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ ഒക്കെയും അനവധി എയ്റോപ്ലെയിനുകൾ അയക്കുകയും ഇഷ്ടംപോലെ ഭക്ഷണവും മരുന്നും ഒക്കെ എത്തിക്കുകയും ചെയ്തു. ഇഷ്ടംപോലെ ഭക്ഷണം ലോകരാജ്യങ്ങൾ സംഭാവന ചെയ്തു എങ്കിലും നമ്മുടെ ഭാരതത്തിൽ നിന്ന് പോലും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതായി എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങളൊക്കെയും ഇഷ്ടംപോലെ ഭക്ഷണം അവിടെ എത്തിച്ചു എങ്കിലും അനേകം മനുഷ്യർ മരിച്ചുപോയി. മനുഷ്യരെത്ര സഹായം ചെയ്താലും ആ സഹായം ഒന്നും പര്യാപ്തമല്ല എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നതായ ഒരു കാര്യം. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, സങ്കീർത്തന പുസ്തകങ്ങൾ 121 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. മനുഷ്യർ തരുന്നതായ സഹായത്തിന് ഒരു പരിധിയുണ്ട്. അതിന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പൂർണ്ണമായും പരിഹരിക്കുവാൻ തക്കവണ്ണം ഒരിക്കലും സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ളതായ പരിപൂർണ പരിഹാരം എന്ന് പറയുന്നത്, ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു സ്ഥലത്തു നിന്നും നമുക്കത് ലഭിക്കുകയില്ല. ഞാൻ ഈ ക്ഷാമത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു ക്ഷാമത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ളതായ വാക്യങ്ങളിലും 7-ാം അധ്യായം 19 വരെയുള്ളതായ വാക്യങ്ങളിലും നീണ്ടു കിടക്കുന്നതായ ഒരു സംഭവമാണ് ശമര്യയിൽ ഉണ്ടായതായ ഒരു ക്ഷാമം എന്ന് പറയുന്നതായ സംഭവം. ശമര്യ എന്ന് പറയുന്നത്, ശമര്യ പട്ടണം ശത്രുക്കളാൽ വളയപ്പെട്ട് അവിടേക്ക് ഭക്ഷണ സാധനം എത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ അവിടെ താമസിക്കുന്ന, ശമര്യയിൽ താമസിക്കുന്നതായ ദൈവത്തിൻ്റെ ജനം ബുദ്ധിമുട്ടുകയാണ്. ദൈവജനം അവിടെ വളരെയധികം ഭക്ഷണക്ഷാമം അനുഭവിക്കുകയും അമ്മമാർ തമ്മിൽ അവരുടെ മക്കളെ വേവിച്ച് തിന്നുവാൻ സമ്മതത്തിൽ എത്തിച്ചേരുന്ന, എഗ്രിമെൻറ്റിൽ എത്തിച്ചേരുന്നതും നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. കഴുതയുടെ തലയ്ക്ക്, പ്രാവിൻ്റെ കാഷ്ടത്തിന് ഒക്കെ വളരെയധികം വിലയായി. പ്രാവിൻ്റെ കാഷ്ടമൊക്കെ അവർ ഭക്ഷിക്കുകയാണ്, കഴുതയുടെ തല അവർ ഭക്ഷിക്കുകയാണ്, മക്കളെ വേവിച്ച് തിന്നാൻ ശ്രമിക്കുകയാണ്. ഒരു കുട്ടിയെ വേവിച്ച് തിന്നു എന്നും നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ജീവിക്കുമ്പോൾ, നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്കയിൽ അവർ കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ദാസനായ എലീശ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ നേരത്തെ ഒരിക്കൽ നിങ്ങളോട് പറയുകയുണ്ടായി, മനുഷ്യവർഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മധ്യത്തിൽ
യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, അവൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് മനുഷ്യർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ സമയത്താണ്. ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ ദാസൻ ഏലീശ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 7:1 അവരോട് പറയുകയാണ്, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമര്യയിൽ ഭക്ഷണക്ഷാമം പൂർണ്ണമായും ഇല്ലാതാകും. ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ കോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കും എന്ന് അരുളി ചെയ്തു. മനുഷ്യൻ്റെ പരിമിതികൾ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് യഹോവയ്ക്ക് പ്രവർത്തിക്കുവാനുള്ളതായ അവസരങ്ങളാണ്. ഏലീശ പ്രവാചകൻ ഇവിടെ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഭക്ഷണക്ഷാമം അവസാനിക്കുവാൻ പോകുന്നു. നിങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു, പക്ഷേ ആ പ്രതിസന്ധി പൂർണ്ണമായും തീരുവാൻ തക്കവണ്ണം പോവുകയാണ്. പ്രാവിൻ്റെ കാഷ്ടം ഭക്ഷിച്ചുകൊണ്ടിരുന്നതായ നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് നാളെ ഈ സമയമാകുമ്പോഴത്തേക്കും തീരും എന്ന് പറഞ്ഞു. ഈ പ്രവചനം കേട്ടിട്ട് ഒരു മനുഷ്യൻ, അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കാം, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, രാജാവിന് അകമ്പടി കൊടുക്കുന്നതായ വ്യക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി പ്രവാചകനോട് പറയുന്നത് കേൾക്കുക നിങ്ങൾ, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും നീ ഈ പറയുന്ന കാര്യം സാധിക്കുമോ എന്ന് ചോദിച്ചു. യഹോവ, നീ ദൈവത്തിന് ശക്തിയുണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ നീ ഈ പറയുന്നത് പോലെയുള്ള ശക്തി ദൈവത്തിനുണ്ടോ? നീ പറയുന്നത് നാളെ ഈ നേരമാകുമ്പോൾ ഈ പ്രശ്നമെല്ലാം തീരുമെന്നാണ്. അത് സംഭവിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ഈ മനുഷ്യൻ ഏലീശ പ്രവാചകനോട് പറയുകയാണ്. സംശയം, ദൈവത്തിൻ്റെ വചനത്തെ സംശയിക്കുക. അതിന് ഏലീശ പ്രവാചകൻ മറുപടി പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു വാക്യമാണ്. ആ വാക്യമാണ് ഇന്നത്തെ എൻ്റെ സംസാരത്തിൻ്റെ ആധാരമായിട്ടുള്ളതായ വിഷയം. ഏലീശ പ്രവാചകൻ ഈ സംശയിക്കുന്നതായ വ്യക്തിയോട് പറയുകയാണ്, നിൻ്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. നിൻ്റെ കണ്ണുകൊണ്ട് നാളെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന മഹാ അത്ഭുതം നീ കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. നീ ഇവിടെ നാളെ ഭക്ഷണം വിളമ്പുന്നത് കാണും, ഇവിടെ ഇഷ്ടം പോലെ ഭക്ഷണം വിളമ്പുന്നത് നീ കാണാൻ പോവുകയാണ്, പക്ഷെങ്കിൽ നീ അതിൽ നിന്നും ഭക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, സംശയം എന്ന് പറയുന്നത് അവിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പാപമാണ്. യേശുക്രിസ്തുവിന് അവിശ്വാസം മൂലം, ചില മനുഷ്യരുടെ അവിശ്വാസം മൂലം ചില സ്ഥലങ്ങളിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം സാധിച്ചില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗരാജ്യത്തിൽ പോകുവാൻ സാധിക്കാത്ത അനേകം പേരിൽ ഒരു കൂട്ടരാണ് അവിശ്വാസികൾ അല്ലെങ്കിൽ സംശയ രോഗികൾ. ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിക്കുന്നവർ, യേശുക്രിസ്തുവിൻ്റെ സംസാരത്തെ, ദൈവത്തിൻ്റെ പ്രവചനത്തെ, ദൈവമക്കളുടെ പ്രവചനങ്ങളെ അവിശ്വസിക്കുന്നതായ മനുഷ്യർ ഒരിക്കലും ദൈവരാജ്യത്തിൽ കാണുകയില്ല. വെളിപ്പാട് പുസ്തകം 21:8 എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ ഇവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നാം ആ വാക്യത്തിൽ വായിക്കുന്നു. ഞാൻ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് തിരിച്ചു വരട്ടെ. അതിൻ്റെ 16ഉം 17ഉം വാക്യത്തിൽ യഹോവയുടെ വചനപ്രകാരം ദൈവത്തിൻ്റെ ദാസൻ വന്ന് പറഞ്ഞു, നാളെ ഈ നേരമാകുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയിൽ ഇഷ്ടംപോലെ ധാന്യം ലഭിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ യഹോവയുടെ വചനപ്രകാരം ശേക്കലിന് 1 സെയ കോതമ്പ് മാവും 2 സെയ യവവും വിറ്റു രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. രാജാവിനെ അനുഗമിക്കുന്ന, അകമ്പടി സേവിക്കുന്നതായ വ്യക്തിയെ ഈ വില കുറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നതായ സമയത്ത്, ഇഷ്ടംപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്നതായ സമയത്ത് വാതിൽ കാവൽക്കാരനായി രാജാവ് നിയമിച്ചു. ഇവിടെ വാതിൽ കാവൽക്കാരനായി നിൽക്കുന്നതായ ഈ മനുഷ്യനെ നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് നാൾ ഭക്ഷണം കിട്ടാതെ കിടക്കുന്നതായ ഒരു ജനം ഭക്ഷണം കാണുന്നതായ സമയത്ത് നല്ല തിക്കും തിരക്കും ഉണ്ടാക്കും. ഭക്ഷണത്തിന് വേണ്ടി ഇവർ ഓടി നടക്കുന്നതായ സമയത്ത് ഈ മനുഷ്യനെ എന്ത് ചെയ്തെന്നറിയാമോ? ജനം ചവിട്ടിക്കളഞ്ഞു. അവൻ താഴെ വീണു.
ജനം അവൻ്റെ മുകളിൽ കൂടെ കയറി ഓടിയിട്ട് എന്ത് സംഭവിച്ചു? രാജാവ് ദൈവപുരുഷൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നത് പോലെ മരിച്ചുപോയി എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വ്യക്തി കർത്താവിന് അതിശയം പ്രവർത്തിക്കുവാൻ സാധിക്കുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചതായ ഈ വ്യക്തി ദൈവത്തിൻ്റെ അതിശയത്തെ കാണുകയും ആ അതിശയത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ സാധിക്കാതെ മരിച്ചു പോവുകയും ചെയ്യുന്നതായിട്ട് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുകയാണ്. എത്രയോ ഖേദകരമായ, എത്രയോ നിരാശാജനകമായ ഒരു അനുഭവമാണിത്. നന്മ കാണുക എന്നിട്ട് അനുഭവിക്കാൻ സാധിക്കാതെ പോവുക എന്ന് പറയുന്നത് എത്രയോ സങ്കടകരമായ, ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഇങ്ങനെ നന്മ കണ്ടതിന് ശേഷം അത് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയതായ മറ്റ് ചിലരെക്കുറിച്ചുകൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യത്തിൽ നാം മോശയെക്കുറിച്ച് വായിക്കുന്നു. നാം മോശയെക്കുറിച്ച് വായിക്കുന്നത് ഇപ്രകാരമാണ്. ആവർത്തന പുസ്തകം 32-ന്റെ 52-ൽ ദൈവം മോശയോട് സംസാരിക്കുകയാണ്. ദൈവം മോശയോട് സംസാരിക്കുന്നത്, നീ ദേശത്തെ നിൻ്റെ മുൻപിൽ കാണും, എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മോശ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് അവരുടെ പിറുപിറുപ്പും അവരുടെ പഴിയും അവരുടെ ദുഷിയും എല്ലാം അനുഭവിച്ച് അവരുടെ പ്രശ്നപൂരിതമായിരുന്ന ആ പ്രശ്നപൂരിതമായ ആ യാത്രയെ നയിച്ച് കനാൻ ദേശത്തിൻ്റെ പടിവാതിൽക്കലെത്തി. അവിടെ എത്തിയതിന് ശേഷം അങ്ങോട്ട് കടക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആ കർമ്മം ശേഷിക്കുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ദൈവജനത്തിന് വാഗ്ദത്തം ചെയ്തതായ ഭൂമിയെ ഞാൻ നിന്നെ കാണിക്കും, പക്ഷെങ്കിൽ നീ അങ്ങോട്ട് കടക്കത്തില്ല. ആവർത്തന പുസ്തകം 34-ന്റെ 4-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ, ഞാൻ അത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? നീ കണ്ടു, അത് മതി, നീ അങ്ങോട്ട് കടന്നു പോകത്തില്ല. അതിനൊരു കാരണമുണ്ട്. ദൈവം അവനോട് പറഞ്ഞതായ ഒരു കാര്യം മുൻകാലത്ത് അവൻ അനുസരണക്കേട് കാണിച്ചതിനാലാണ് മോശയ്ക്ക് ഈ ഭാഗ്യം നഷ്ടപ്പെടുന്നത്. യഹോവ കനാൻ ദേശത്തെ അവനെ കാണിച്ചു കൊടുത്തു. പക്ഷെങ്കിൽ ആ കനാൻ ദേശത്ത്, ഭൗമിക കനാൻ ദേശത്ത് പ്രവേശിപ്പാൻ തക്കവണ്ണം മോശയ്ക്ക് സാധിച്ചില്ല. അങ്ങനെ സാധിക്കാതെ അവൻ മരിച്ചുപോയി എന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. മോശയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്നാണ്. ഇത്ര മഹാനായ ഒരു വ്യക്തി, ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചതായ ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനത്തിൽ വേറെയില്ല. അത്ര മഹാനായ ഒരു വ്യക്തിയെ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് നാം ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത്. ഇത്ര മഹാനായ ഒരു വ്യക്തിയെ കനാൻ ദേശത്ത് പ്രവേശിപ്പിക്കാതെ തടയുവാൻ തക്കവണ്ണം എത്രയോ ഭയങ്കരനായ, എത്രയോ നിഷ്കർഷയുള്ള, എത്രയോ സത്യസന്ധനായ, എത്രയോ മനുഷ്യൻ്റെ മുഖം നോക്കാത്തവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. എത്രയോ നീതിയുള്ളതായ ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നാം ചിന്തിക്കണം. സഹോദരങ്ങളെ, നാം എത്ര വലിയവനായാലും, എത്ര കുടുംബമാഹാത്മ്യം നമുക്കുണ്ടെങ്കിലും, ഒരുപക്ഷെ നാം വലിയ പാരമ്പര്യമുള്ളതായ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കാം. ഈ പാരമ്പര്യം ഒന്നും തന്നെ, നമുക്ക് രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് ധാരാളം പണമുണ്ടായിരിക്കാം, നമുക്ക് നല്ല സൗന്ദര്യമുണ്ടായിരിക്കാം, നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം. ഇതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം നമുക്ക് പര്യാപ്തമല്ല. ഇതൊന്നും നമ്മളെ സ്വർഗത്തിൽ എത്തിക്കത്തില്ല. മൂന്നാമതായി എനിക്ക് പറയുവാനുള്ളത്, യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്ന്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് ശേഷം നിരാശപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും കടന്നു പോകുന്നതായ ധനികനായ ഒരു യൗവനക്കാരനെ കുറിച്ചാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം
17 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം ഈ വ്യക്തിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്നു, അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. ഈ വ്യക്തി സമ്പന്നനാണ്, ഈ വ്യക്തി ബുദ്ധിമാനാണ്, യൗവനക്കാരനാണ്, സൗന്ദര്യമുള്ളവനാണ്, ഒരുപക്ഷെ വിദ്യാഭ്യാസമുള്ളവനായിരിക്കും. ബുദ്ധിയില്ലാത്തവന് പണമുണ്ടാക്കാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ ഒരു വ്യവസായി ആയിരുന്നിരിക്കാം. ഇഷ്ടംപോലെ വ്യവസായം ചെയ്ത് ധനമുണ്ടാക്കിയതായ ഒരു വലിയ ധനികനായിരുന്നു. എന്നാൽ അവൻ്റെ ധനം കൊണ്ടൊന്നും അവൻ്റെ ജീവിതത്തിന് സംതൃപ്തി ലഭിച്ചില്ല. സംതൃപ്തി ലഭിക്കാൻ അവൻ്റെ ഹൃദയം അവനിൽ കുത്തുകയാണ്. എനിക്ക് നിത്യജീവൻ വേണം. പക്ഷേ ആ നിത്യജീവൻ എങ്ങനെ സമ്പാദിക്കാമെന്ന് എനിക്കറിയത്തില്ല. ഇന്നാണെന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് സംശയമുണ്ടെങ്കിൽ അവർ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? അവരുടെ പള്ളിയിലെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. അല്ലെന്നുണ്ടെങ്കിൽ അവർ വിദ്യാഭ്യാസമുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നതായ ഒരു പ്രൊഫസറുടെ അടുത്തേക്ക് പോകും. അതല്ലെന്നുണ്ടെങ്കിൽ അവർ ഇൻ്റർനെറ്റിലേക്ക് പോകും. അവരുടെ സംശയങ്ങൾ അവർ ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. നമ്മുടെ ചോദ്യങ്ങൾക്കുള്ളതായ ഉത്തരം നാം ശരിക്കും കണ്ടെത്തേണ്ടുന്നതിന് നമുക്ക് എത്താനെ കൊണ്ട് ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതാണ് യേശു ക്രിസ്തുവിൻ്റെ പാദപീഠം എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ എത്തിയത് ശരിയായിട്ടുള്ള സ്ഥലത്താണ്, ശരിയായിട്ടുള്ള വ്യക്തിയുടെ അടുത്താണ് ഈ മനുഷ്യൻ എത്തിയത്. അവൻ ഈ വ്യക്തിയോട് യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് നമുക്കേയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിനെ കാണണമെന്നുള്ളത്. നാം ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം ഈ വ്യക്തിക്ക് സാധിക്കുകയാണ്. അവൻ യേശു ക്രിസ്തുവിനെ കണ്ടു, മുഖാമുഖം കണ്ടു. കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ അവൻ വന്നു. യേശു ക്രിസ്തു നല്ല ഗുരുവാണ് എന്നവൻ അറിയാമായിരുന്നു. നിത്യജീവനെ പ്രദാനം ചെയ്യുവാൻ കഴിവുള്ളവനാണെന്ന് അവൻ അറിയാമായിരുന്നു. നിത്യജീവനെ പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്ന യേശുവിൻ്റെ മുമ്പിൽ അവൻ വന്നിട്ട് അവൻ ചോദിക്കുകയാണ്, നല്ല ഗുരു, എനിക്ക് നിത്യജീവൻ വേണം. അതെങ്ങനെ സാധിക്കണം, എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. യേശു ക്രിസ്തു അവനോട് പറഞ്ഞു, നിനക്ക് നിത്യജീവനെ അവകാശമാക്കണം എന്നുണ്ടെങ്കിൽ നീ പോയി ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്ന്. ഏത് കൽപ്പനയാണ് അനുസരിക്കേണ്ടത് എന്ന് ചോദിച്ചു. കാരണം ഇവനൊരു യഹൂദനാണ്. യഹൂദൻ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനാണ്. ഏത് കൽപ്പനകളെയാണ് ഞാൻ അനുസരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ 10 കൽപ്പനകളെ അനുസരിക്കുക. 10 കൽപ്പനകളെ അനുസരിക്കുക. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് തുടങ്ങിയ 10 കൽപ്പനകളെ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, യഹൂദനായ എന്നോടാണോ ഇത് പറയുന്നത്? ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ അനുസരിച്ച് വരുന്നവനാണ്. ഞാൻ ദേവാലയത്തിൽ പോകുന്നവനാണ്. ഞാൻ ദേവാലയത്തിൽ പോയി നല്ല അനുസരണമുള്ളവനായി ജീവിക്കുന്ന നല്ല ഒരു മനുഷ്യനാണ്. ഞാൻ അനുസരണമുള്ളവനാണ്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. 21-ാമത്തെ വാക്യം മർക്കോസ് 10:21 ഞാൻ വായിക്കുന്നത്, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു എന്നാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ 50, 60, 70 വയസ്സുള്ളവരായിരിക്കാം നിങ്ങൾ. ഈ 60 വയസ്സിനിടയിൽ നിങ്ങൾ എത്ര പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ നോട്ടം പ്രാപിച്ചിട്ടുള്ളവരാണ്? യേശുക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെട്ടവരാണ്. ഈ വ്യക്തിയെ യേശുക്രിസ്തു നോക്കി എന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. യേശുക്രിസ്തു അവനെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് യേശു പറയുകയാണ്, ഒരു കുറവ്, ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട് നിനക്ക് കറക്റ്റ് ചെയ്യാൻ. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം നാം കാണുന്നതായ വാക്യം വളരെ സങ്കടകരമായ ഒന്നാണ്. അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി കളഞ്ഞു എന്ന്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത് കൊണ്ട് ഒരുത്തൻ സ്വർഗത്തിലെത്തത്തില്ല. ദേവാലയത്തിൽ പോകുന്നത് കൊണ്ട് ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തത്തില്ല. എനിക്ക് രക്ഷ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കത്തില്ല. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വരുന്നത് കൊണ്ടോ യേശുക്രിസ്തുവിനെ സ്നേഹിച്ചു എന്ന് പറയുന്നത് കൊണ്ടോ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടോ ഒരു വ്യക്തി രക്ഷ പ്രാപിക്കത്തില്ല, സ്വർഗത്തിലെത്തത്തില്ല. ഈ മനുഷ്യൻ ആത്മാർത്ഥതയില്ലായിരുന്നോ? തീർച്ചയായും ഉണ്ടായിരുന്നു. ആത്മാർത്ഥത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യനെ സ്വർഗത്തിൽ എത്തിക്കുന്നതായ ഒരു കാര്യമല്ല. ദൈവത്തിന് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് എത്തപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അനുസരണമാണ്. യേശു ക്രിസ്തുവുമായിട്ടുള്ള നിരന്തരമായ ജീവിക്കുന്ന ബന്ധം മാത്രമേ നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കത്തുള്ളൂ. ആത്മാർത്ഥതയോ യേശുവിൻ്റെ സന്നിധിയിലേക്കുള്ളതായ വരവോ ആരാധനയിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ
പ്രസംഗിക്കുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. ഇതൊന്നും ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെയും ചെയ്യേണ്ടതാണ്. പക്ഷെങ്കിൽ ഇതിനൊക്കെയും ഉപരിയായി നിൽക്കേണ്ടത് യേശുവുമായിട്ടുള്ളതായ ബന്ധമാണ്. മത്തായിയുടെ സുവിശേഷം 25:1 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം 10 കന്യകമാരെ കുറിച്ച് വായിക്കുന്നു. 10 കന്യകമാർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അവർ 10 പേരും മണവാളനെ കാത്തിരിക്കുകയാണ്. 10 പേരും ഒരുപോലെ ഉണർന്നിരുന്നു, 10 പേരും ഒരുപോലെ ഉറങ്ങി എന്നൊക്കെയും നാം വായിക്കുന്നു. അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നതായ ശബ്ദം അവർ കേട്ടു. അർദ്ധരാത്രിയിൽ മണവാളൻ, അർദ്ധരാത്രിയിൽ ആത്മീകമായ അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നതായ ശബ്ദം അവർ കേട്ട് അവരെല്ലാവരും ഉണർന്നു, തങ്ങളുടെ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുകയാണ്. 10 പേരും ഉണർന്നു. 10 പേരും വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുമ്പോൾ 5 വിളക്ക് കത്തുകയും 5 വിളക്ക് കെട്ടുപോവുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. 5 പേര് എണ്ണ വാങ്ങിക്കുന്നതിനായി പുറത്തേക്ക് പോയി. അവർ മടങ്ങി വന്നു. 11-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. അവർ മടങ്ങി വന്നു. അതിനുശേഷം മറ്റേ കന്യകമാരും മടങ്ങി വന്നു. കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. കർത്താവേ തുറക്കണമേ, ഞങ്ങൾ ഇത്രയും നാൾ നിനക്ക് വേണ്ടി കാത്തിരുന്നവരാണ്, തുറക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു അതിൻ്റെ മറുപടി പറയുന്നത് അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നല്ല ഞാൻ പറയുന്നത്, കാത്തിരിക്കണം. പക്ഷെങ്കിൽ കാത്തിരിക്കുന്നത് കൊണ്ട് മാത്രം നാം മണവാളൻ വരുമ്പോൾ മണവറയിൽ പ്രവേശിക്കപ്പെടുകയില്ല. നമ്മുടെ കൈകളിൽ എണ്ണയുണ്ടായിരിക്കണം, നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടായിരിക്കണം. ആ എണ്ണ മാത്രമേ നമ്മെ മണവാളനോടുകൂടെ കടക്കുവാൻ സഹായിക്കുകയുള്ളൂ. ഭക്ഷണം കണ്ടാൽ മാത്രം പോരാ, നാം അത് കഴിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. കനാൻ ദേശം കണ്ടാൽ മാത്രം പോരാ, അതിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. രക്ഷകൻ്റെ സന്നിധിയിൽ വന്ന് കർത്താവേ എനിക്ക് രക്ഷ പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ പോരാ, രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മണവാളന് വേണ്ടി കാത്തിരുന്നാൽ മാത്രം പോരാ, മണവാളൻ വരുമ്പോൾ മണവാളനോടുകൂടെ മണവറയിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മത്തായിയുടെ സുവിശേഷം 7:21 മുതൽ 23 വരെയുള്ളതായ ഭാഗത്ത് എന്നോട് കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പോകുന്നത്. അന്ന് ആ നാളിൽ എൻ്റെ അടുക്കൽ വന്ന് പലരും ഞാൻ നിൻ്റെ നാമത്തിൽ അതിശയ പ്രവൃത്തികളെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന അനേകരും വരും എന്ന് നാം ഈ ഭാഗത്ത് വായിക്കുന്നുണ്ട്. അവരോട് കർത്താവ് പറയുന്ന മറുപടി ഞാൻ ദൈവവചനത്തിൽ നിന്ന് വായിക്കട്ടെ. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ എന്ന് തീർത്ത് പറയും എന്ന് നാം വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടോ, അതിശയങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടോ, അത്ഭുത പ്രവൃത്തികൾ നടത്തുന്നത് കൊണ്ടോ ഒന്നും ഒരു മനുഷ്യൻ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടണം എന്നില്ല. നാം കർത്താവുമായി നിരന്തരമായ ബന്ധത്തിൽ ജീവിക്കണം, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കണം, അവനിൽ വിശ്വസിക്കണം. കർത്താവ് ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായ ഒരു വാക്യം നാം യോഹന്നാൻ്റെ സുവിശേഷം 14:1 മുതൽ 5 വരെയുള്ളതായ ഭാഗത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടുന്നതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ യോഗ്യതയുള്ളവരായി നമുക്ക് അവൻ്റെ വരവിനായി കാത്തിരിക്കാം, നമ്മെ തന്നെ ഒരുക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ളതായ കൃപയെ ഞങ്ങൾക്ക് തരണമേ. ആഹാരം കാണുവാൻ മാത്രമല്ല, അത് ഭക്ഷിപ്പാനും, കനാൻ ദേശം കാണുവാൻ മാത്രമല്ല, അവിടെ പ്രവേശിപ്പാനും നീ ഞങ്ങളെ സഹായിക്കണമേ, യോഗ്യതയുള്ളവരാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കേട്ടതായ വചനത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ളതായ സംശയങ്ങളും ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. ഈ തിരുവചന ശുശ്രൂഷയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കായി ഞങ്ങളും പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.